ഇവിടെ പിണ്ടം വെച്ചാൽ വെക്കുന്നവരുടെ സർവ്വ പാപവും തീരുമെന്ന ആ വിധി ചന്ദ്രഭട്ടൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ശ്രീരാമചന്ദ്രന്റെ കാലത്ത് ഇവിടെ വന്ന് പിണ്ടം വെച്ചിട്ടുള്ളവരുടെ പിതൃ നേരിട്ട് വന്ന് പിണ്ടം വാങ്ങി ഭക്ഷിച്ചിട്ടുണ്ടെന്ന്. നിത്യവും മക്കൾക്ക് വേണ്ടി പാലും വെണ്ണയും കൊടുക്കുന്ന ഈ തൃക്കൈ കൊണ്ട് പച്ചമണ്ണ് ഉരുട്ടിയായാലും മതി. ഇത്തിരി പിണ്ടം വെക്കുന്നോ? എനിക്ക് ഇരിക്കെ പിണ്ടം. പണ്ടേ കൊന്നില്ലേ നിങ്ങൾ എന്നെ? ഒത്തിരി സങ്കടപ്പെട്ടിട്ടുണ്ട് സാമന്തൻ. കണ്ണുണ്ടായിട്ടും കാതുണ്ടായിട്ടും കണ്ണുപൊട്ടനെ പോലെ കാതുപൊട്ടനെ പോലെ സാമന്തൻ കഴിഞ്ഞത്. മറ്റുള്ളവർ എന്നെ നോക്കി പരിഹസിക്കുന്നത് കാണാതിരിക്കാൻ, കേൾക്കാതിരിക്കാൻ ഇടയ്ക്ക് ഞാൻ എന്നെ തന്നെ വിളിച്ചിട്ടുണ്ട്. ശാപജന്മമേൽ. ദേവകി മാതാവേ, നിങ്ങൾ ഏത് സുഹൃത ലോകത്തിലെത്തി കർമ്മം ചെയ്താലും തീരില്ല നിങ്ങളുടെ പാപം. 100 ദൈവങ്ങളെ പ്രസവിച്ചാലും തീരാത്ത പാപമാണ്. നീ പറയുന്നത് എന്തും കേൾക്കാൻ വിധിക്കപ്പെട്ടു പോയില്ലേ? നീ എന്നെ വിശ്വസിക്കാത്തത് കൊണ്ട്. ഇനി എന്നെ വിശ്വസിപ്പിച്ചിട്ട് എന്ത് നേടാൻ നിങ്ങൾക്ക്? മനഃപൂർവ്വം നിങ്ങൾ എന്നെ കൊല്ലാൻ കൊടുത്തു വിട്ടതല്ലെങ്കിൽ ആ കുഞ്ഞിനൊപ്പം മരിക്കാൻ പാടില്ലായിരുന്നു നിങ്ങൾക്ക്. മാതൃത്വത്തിന്റെ മഹത്വം തെളിയിക്കാൻ എങ്കിൽ ആ വീരവംശത്തിൽ 2 ദൈവങ്ങളെ പ്രസവിച്ച അമ്മയെന്ന ഖ്യാതി നേടാൻ കഴിയാതെ പോയനെ അല്ലേ? നിങ്ങളോടോ നിങ്ങളുടെ മക്കളോടോ എനിക്ക് സ്നേഹമോ മമതയോ ഇല്ല. ഞാൻ കരുതുന്ന നന്മ മുഴുവനും മാഗധനുള്ളതാ. മാഗധത്തിനും. ആ മാഗധനും നിന്നെ തള്ളിപ്പറഞ്ഞാലോ? മാഗധൻ എന്തിനെന്നെ തള്ളിപ്പറയുന്നോ, തെറ്റിദ്ധരിക്കുന്നോ അത് മാറ്റാൻ, സത്യം ബോധ്യപ്പെടുത്താൻ നിന്നെയോ നിന്റെ ഈ അമ്മയെ പോലുമോ കൊല്ലാൻ മടിക്കില്ല സാമന്തൻ. സാമന്ത, ഇപ്പോൾ അമ്മയ്ക്ക് തോന്നുന്നു രേവതി നക്ഷത്രത്തിന്റെ ഗണ്ഡാന്തം ശരിക്കും സാമന്തനാണെന്ന്. ദേവകി മാതാവേ, അത് തീർത്താലും തീരില്ല. അത്രയ്ക്ക് കഠിനം. പക്ഷേ നിന്നെ ഉടവാൾ കൊണ്ട് തീരില്ല സാമന്ത. എന്തായാലും എന്റെ ജന്മം. നമ്മുടെ അമ്മ ഒരു സാധുവാ സാമന്ത. വെറുതെ വേദനിപ്പിക്കരുത് നീ. അപ്പോൾ മാഗധനെ ഞാൻ മറക്കണമെന്നോ, വെറുക്കണമെന്നോ? ചക്രവർത്തി പൃഥ്വിരാജ പ്രഭുവിന്റെ പടനിലത്തിൽ മുക്കുറയിട്ടടുക്കുന്ന കാളയെ തന്ത്രത്തിൽ തളയ്ക്കുന്നത് കണ്ട് ഇഷ്ടപ്പെട്ട് കൂട്ടിക്കൊണ്ടുപോയതാ എന്നെ മാഗധൻ. സാമന്ത, പ്രഭു, പുറപ്പെടാനുള്ള ഒരുക്കങ്ങൾ വേണ്ടത് ചെയ്തോളൂ. കൽപ്പന പോലെ. അവൻ പറഞ്ഞ് ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും എന്നെ. ഞാൻ മാഗധൻ. ഞാൻ ഉദയസിംഹൻ. അതും അവൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. മാഗധത്തിൽ പ്രിയപ്പെട്ടവരെ എനിക്കുമുണ്ട്. അങ്ങനെ വേണമല്ലോ. അതുകൊണ്ട് മുമ്പ് മഹാപതിയും മാഗധവും തമ്മിലുള്ള വൈരം നമുക്ക് ഉപേക്ഷിക്കാം. മേലിൽ മിത്രമായി കഴിയുന്നു നമുക്ക്. സാമന്തൻ അനുവദിക്കുമോ? ഞാൻ പറയുന്നത് അംഗീകരിക്കുന്നവൻ. അന്ന് മഹാവതിയിലെ അത്ഭുത കുതിരകളെ കാണാനുള്ള കൗതുകം ഒരു സന്ദേശം കൊടുത്തുവിട്ടു മഹാവതിയിലേക്ക്. അംഗീകരിച്ചില്ല നിങ്ങളുടെ പിതാവ് ദേശരാജൻ. അത് പിന്നെ തർക്കമായി വലിയൊരു യുദ്ധമായി. ഒടുവിൽ ദേശരാജന്റെ മരണത്തിന് പോലും ഇടയായി. മഹാവതിയുടെ മിത്രങ്ങൾക്കല്ലാതെ മറ്റാർക്കും ആ കുതിരകളെ കാണാൻ കഴിയില്ല പോലും. ആ കുതിര
കുതിരകൾ ഇപ്പോഴും എനിക്കൊപ്പമുണ്ട്. മഹാവതിയിലെ ദേശരാജൻ 12 വർഷം സൂര്യനെ തപസ് ചെയ്ത് നേടിയ ദിവ്യാശു പപീഹകൻ. അവന് ഹരണി എന്ന പെൺകുതിരയിൽ ജനിച്ച 4 സന്തതികൾ: ശൈബ്യം, സുഗ്രീവം, മേഘപുഷ്പം, വലാഹകം. എനിക്കൊന്ന് കണ്ടുകൂടെ? കാണാലോ, ദേ നിൽക്കുന്നു ആ വൃക്ഷച്ചോട്ടിൽ തലയുയർത്തി. ആ വൃക്ഷച്ചോട്ടിലോ? അതെ. അവിടെ അവിടെ ഒന്നും കാണാൻ കഴിയുന്നില്ല എനിക്ക്. സൂക്ഷിച്ചു നോക്കണം മഹാരാജൻ. ഉദയസിംഹ, നീ പരിഹസിക്കുന്നു. അല്ല, പരമാർത്ഥം ബോധ്യപ്പെടുത്തിയത്. മഹാവതിയുടെ മിത്രങ്ങൾക്കല്ലാതെ അവയെ കാണാൻ കഴിയില്ലാക്കും. ആകില്ല മഗധ, അങ്ങേക്കെന്റെ മിത്രമാകാൻ. ഏത് ജന്മത്തിലും ശത്രുവ അങ്ങേക്ക്. എങ്കിൽ നിന്റെ മിത്രം എനിക്കൊപ്പമുണ്ട്. ആർക്കും അജയ്യനായി, അതുല്യനായി, നിന്റെ ശത്രുവായി. ആ ശത്രു ഞങ്ങൾക്ക് മാത്രമാകുന്ന ഒരു ദിവസം വരും മഗധ, ഞങ്ങളുടെ മിത്രമായി. ഈ ജന്മത്ത് പിന്നെ മഗധ വരും. എന്റെ പിതാവിനെ കൊന്നതിലുള്ള വൈരം കൊണ്ട് മാത്രമല്ല, വരും മാഗധം തേടി ഞാൻ. എങ്കിൽ മാഗധത്തിന്റെ മായയെ ജയിക്കാൻ നിനക്ക് കഴിയില്ല ഉദയസിംഹ. പുറപ്പെടാൻ എല്ലാവരും ഒരുങ്ങി നിൽക്കും. മറ്റു രാജാക്കന്മാർ അങ്ങയുടെ യാത്ര പറയാൻ. കൂട്ടത്തിൽ നേത്രസിംഹൻ പോലും, സമുദ്രദേശത്തെ നേത്രസിംഹൻ. അദ്ദേഹത്തിന് അവിടുത്തെ പ്രിയപുത്രൻ കാളിയനോട് വല്ലാത്ത താല്പര്യം. നേത്രസിംഹൻ ശ്രേഷ്ഠനാണ്. ഇന്ദ്രൻ കൊടുത്ത പൊന്നുടുക്കിന്റെ ഉടമ. കണ്ടോളാം ഞാൻ. പിന്നെ സാമന്ത, നീ കാണുന്നുണ്ടോ ആ തണൽ വൃക്ഷത്തിന്റെ ചുവട്ടിൽ നിൽക്കുന്ന 4 വെള്ളക്കുതിരകൾ? ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. എന്തിന്? വെറുതെ ഒന്ന് കാണാലോ. അവിടെ ഞാനൊന്നും കാണുന്നില്ല മഹാരാജൻ. കാണുന്നില്ലെന്നോ? കാണുന്നില്ല മഹാരാജൻ. വെളുത്തതോ കറുത്തതോ ചുമന്നതോ യാതൊന്നുമില്ല അവിടെ. അപ്പോൾ ഉദയസിംഹ, എന്നെപ്പോലെ ഇവനും നിങ്ങളുടെ ശത്രുവാണ്. ഉഗ്രശത്രു. ബോധ്യപ്പെട്ടില്ലേ? ഈ ഇവനാണോ ഈ ജന്മത്ത് നിങ്ങളുടെ മിത്രമാകുന്നത്? ആ മോഹമെങ്കിൽ ത്യജിച്ചേക്കൂ ഉദയസിംഹ. വീണ്ടും ഞാൻ കൽപ്പിച്ചു പറയുന്നു, സാമന്തനെ മിത്രമാക്കാൻ കഴിയില്ല നിനക്ക്. എന്നാൽ എന്ന് ഞാൻ മാഗധത്തിലെത്തുന്നു, അന്നു മുതൽ മാഗധൻ നിന്റെ ശത്രു. ഉദയസിംഹ, നീ ഇവനെ സഹിച്ച് നമ്മൾ ഇല്ലാതാകുമോ? ഇപ്പോ എനിക്കൊപ്പം ഒന്ന് വരണേ. നീ സമുദ്രദേശത്തെ നേത്രസിംഹനെ നമുക്കൊന്ന് കാണണം. അയാളുടെ പുത്രി സ്വർണവതി. സ്വർണവതിയെ സ്വന്തമാക്കണമെന്ന്. കൊള്ളാം. സമുദ്രദേശത്തെ നേത്രസിംഹന് മാഗധപുത്രൻ കാളിയനോടാ താല്പര്യം. അപ്പോൾ അവിടെയും ഞാൻ നിങ്ങൾക്ക് ശത്രു, എവിടെയും നിങ്ങൾക്ക് ഞാൻ ശത്രു. ഇവന് മുന്നിൽ കലി എത്ര സാധു. ഹോ, സഹികെട്ടിവനെ ഇരിക്കും. പക്ഷെ ഉദയസിംഹ, നീ ഇവനെ സഹിക്കുന്നതിന് പിന്നിൽ എന്ത് നിഗൂഢതയാണുള്ളത്? ഇപ്പോൾ നമ്മൾ മഹാവതിയിലേക്ക് പോകുന്നു. അവിടെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി കാത്തിരിക്കുന്നുണ്ടാവും നമ്മുടെ പ്രിയപ്പെട്ടവർ. മഹാവതിയുടെ സിംഹാസനത്തിലിരിക്കുന്ന ഈ മഹാപുരുഷനെ ആർപ്പ് വിളിച്ചെതിരേൽക്കാൻ. അപ്പോൾ ആഭീരവംശത്തിന് ആഹ്ലാദമായി തീരും ഈ ആഹ്ലാദം. പിന്നെ നമ്മൾ പോകും ഒരുമിച്ച് നേത്രസിംഹനോട് സ്വർണവതിയെ ചോദിച്ച്.
തന്നെ ആവട്ടെ അഭിഷേകവും കിരീടധാരണവും. സാധ്യമല്ല. പറഞ്ഞതല്ലേ ഞാൻ ഈ സാമന്തനും മഹാബലിക്ക് അവകാശിയാണെന്ന്? അല്ലെങ്കിൽ ഈ കൂടി നിൽക്കുന്നവരുടെ മുന്നിൽ വെച്ച് ദേവകി മാതാവ് പറയട്ടെ ഞാൻ ഇവരുടെ പുത്രനല്ലെന്ന്? പറയണം ദേവകി മാതാവേ, പറയണം. ഇല്ലില്ല, കഴിയില്ല. കുറ്റബോധം കൊണ്ട് കുനിഞ്ഞ ഈ ശിരസ് ഉയരില്ല, നാവ് പൊങ്ങില്ല. ആഭീരവംശത്തിൽ അതറിയാത്തവരുണ്ടെങ്കിൽ കേട്ടോളൂ. കണ്ണു വിരിയും മുമ്പ്, നാവ് രുചി അറിയും മുമ്പ് കൊല്ലാൻ കൊടുത്തുവിട്ടതാണ് എന്നെ. ഈ അമ്മ എന്ത് പേരിട്ട് വിളിക്കണം? നിന്നയെന്നോ, നീതയെന്നോ, നികൃഷ്ടയെന്നോ? സൗന്ദ ഇനി ഈ മക്കൾ തമ്മിൽ പൊരുതി ജയിക്കുന്നവരെ ഈ സിംഹാസനത്തിലിരിക്കും. അത് ഇന്നോ നാളെയോ അടുത്ത നാളെയോ എന്തായാലും. എങ്കിൽ നീ എടുത്തോ ആയുധം ഈ നിമിഷം. ജ്യേഷ്ഠ, വേണ്ട, തടയണ്ട. എങ്കിൽ ആ ഭീരവംശം മുഴുവൻ നോക്കി നിൽക്കെ നിന്റെ അമ്മയുടെ മുന്നിലിട്ട് നിന്റെ ശിരസ് വെട്ടി ആ ചോര കൊണ്ടായിരിക്കും സാമന്തന അഭിഷേകം. വാ, നീ പുറത്തേക്ക് വാ, ഞാൻ കാത്തു നിൽക്കാം. അല്ലെങ്കിൽ ദേവകി മാതാവ് എന്റെ കാല് പിടിച്ചെന്നോട് യാചിക്കണം, നിന്റെ ജീവന് വേണ്ടി. നിൽക്കുന്നേ. ആഭീരവംശത്തിലെ മുന്തിയ ഓരോ ജനത്തിനും അറിയാം ഇത്രയും കാലം നിനക്ക് വേണ്ടി ഞാൻ വേദനിച്ചത്, പ്രാർത്ഥിച്ചത്. അവരെ മുഴുവൻ സാക്ഷി നിർത്തി പറയുന്നു, ഈ നിമിഷം മുതൽ സാമന്ത നിന്നെ ഞാൻ വെറുക്കുക. രണ്ടാമത്തെ ജനിച്ച നീ കുലം മുടിക്കാനല്ല, നിന്നെ തന്നെ മുടിക്കാൻ വരുന്നതാ. വേണ്ടിനി മഹാവതിക്കൊരു മൗനം. നമ്മുടെ മംഗളകർമ്മങ്ങളെ തടയുക, ഇല്ലാതാക്കുക, അതവന്റെ പ്രതിജ്ഞയാണെന്ന് തോന്നുന്നു. മാത്രമല്ല നമ്മുടെ ഓരോ മുഹൂർത്തവും അവനെ അറിയിക്കാൻ മഹാവതിക്ക് ചുറ്റുമുണ്ട് അവന്റെ പക്ഷക്കാർ. മാളവനും മഞ്ചീരനുമൊക്കെ ഭയം കൊണ്ട് പറയുകയാണെന്ന് വിചാരിക്കരുത്. നമ്മോടുള്ള പക ഒഴിയുമെങ്കിൽ ഈ സിംഹാസനം അവിടെ തന്നെ കൊടുക്കരുതോ നമുക്ക്? ഇല്ല, മഹാവതിയുടെ സിംഹാസനം ആ രാക്ഷസിന് ഇരിക്കാനുള്ളതല്ല. വേണ്ടി നമുക്കവനെ പകയുടെ മാത്രം പ്രതിരൂപത്തെ, ജന്മം കൊടുക്കേണ്ടി വന്ന ശാപത്തിന്. അവനെ ഞാൻ വെറുക്കുക മാത്രമല്ല, മറക്കുക എന്നേക്കുമായി. ഉദയസിംഹ, മുടങ്ങിയതൊക്കെ നടക്കണം ഇവിടെ. നീ വിചാരിച്ചാൽ എല്ലാം നടക്കും. ഉദയസിംഹ, തന്റെ ചിന്തകളും വിചാരങ്ങളും ഊഹിക്കാൻ പോലും കഴിയില്ല മറ്റാർക്കും. നീ നിശ്ചയിക്കുന്നതേ ഇവിടെ നടക്കുകയുള്ളൂ. എന്തേ
നീ നിസാറിനെ പോലെ ഒക്കെയും നോക്കി നിൽക്കുന്നു? ഇപ്പോൾ എന്നെ കാത്തിരിക്കുന്നുണ്ട് ആ കാട്ടുകമ്പൂരത്തിൽ കലിയും ഭാര്യയും അയച്ചു എന്റെ ഈ അവതാര ദർശനത്തിനായി. അതുവരെ ആടിത്തിമിർക്കിട്ടവൻ. പിന്നെ തുടങ്ങും നമ്മൾ. കർമ്മണാൽ ജായതേ ജന്തു കർമ്മണൈവ ഹി ലിയതേ. അന്ന് പരീക്ഷിച്ച് മഹാരാജാവ് കളിച്ചിരിക്കാൻ നൽകി 5 സ്ഥാനങ്ങൾ എനിക്ക് മാത്രമായി. ചൂതു നടക്കുന്നിടം, മദ്യസേവ ചെയ്യുന്നിടം, സമ്പത്ത് കുന്നുകൂടുന്നിടം, കെട്ട സ്ത്രീകളുള്ളിടം, അരുങ്കൊല ചെയ്യുന്നിടം, ഈ പറഞ്ഞിടത്തല്ലാതെ മറ്റെങ്ങും ഞാൻ ഉണ്ടാകാൻ പാടില്ലെന്ന വ്യവസ്ഥ. പക്ഷേ കാലം മാറിയപ്പോ കളിക്ക് സ്ഥാനമില്ല. അവിടെ പൃഥ്വിരാജനും മാഗധനും സാമന്തനും ഒക്കെ ആ സ്ഥാനം. എടി മ്ലേച്ഛേ, കണ്ടോ അവിടെ കാണും നമ്മുടെ തമ്പുരാന്റെ തിരുരൂപം? കണ്ടു. പെരുമീൻ ഉദിച്ചു കണ്ടതും തിരുരൂപം തെളിഞ്ഞു കിട്ടിയതും നമ്മുടെ തമ്പുരാൻ വരുന്നതിന്റെ സൂചനയാണ്. ഇത് ഇവിടെ അങ്ങോട്ട് ഉറപ്പിച്ച് ആഘോഷിക്കാൻ നമുക്ക്, നമ്മുടെ തമ്പുരാൻ വരുവോളം.
വലിച്ചെടുത്തു. എന്റെ സ്ഥാനങ്ങൾ എനിക്ക് കിട്ടാതെ പോയാ കണ്ടിടത്തൊക്കെ കഴിയേണ്ടി വരും കളിക്ക്. പിന്നെ കണ്ടില്ലെന്ന് വരും. നന്മയുള്ളതൊന്നും ഇവിടെ. പരസ്പരം കൊന്നും തിന്നും മുടിയും സർവരും. മുഴുവൻ ദുഷ്ടദസ്സുക്കളെയും മുടിച്ച് നിനക്ക് നിന്റെ സ്ഥാനം നൽകും കലെ. പിന്നെ കൽക്കിക്കുന്നത് ഒടുവിൽ സത്യയുഗത്തിന്റെ വരവും. ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നതല്ലേ വാക്ക്. അത് കഴിഞ്ഞ് ഭൂമി വിട്ട് മടങ്ങും ഞാൻ. ഭഗവാനെ, ദേവാ, അവിടുന്ന് അനുഗ്രഹിച്ചേകിയ പൊന്നുടുക്കിന്റെ ഉഗ്രധ്വനി കേട്ട് ശത്രുക്കൾ പടക്കളത്തിൽ വീണ് കിടക്കുന്നു. അടുത്തേക്ക് വരാമോ എനിക്ക്? വരണം മഹാരാജൻ, വരണം. നേത്രസിംഹൻ തക്ക സമയത്തെത്തി മാതൃക. അല്ലെങ്കിൽ ഇതൊക്കെ കാണാനും അറിയാനും കഴിയുമായിരുന്നു. ഈ ഉടുക്കും ഇതിന്റെ ഉഗ്രധ്വനിയും അങ്ങേക്ക് മാത്രം കൈവന്ന മഹത്വം നേത്രസിംഹൻ. പിന്നെ അങ്ങയുടെ സന്ദേശപ്രകാരം എത്തി സാമത്തിനോടൊപ്പം ഇവിടെ എന്റെ പുത്രന് വേണ്ടി അങ്ങയുടെ പുത്രി സ്വർണവതിയെ ചോദിച്ചു. ഏറെ കൊതിച്ചും പ്രാർത്ഥിച്ചും ഞങ്ങൾക്കുണ്ടായ സന്തതിയാണവൾ. ഉചിതമായ കൈകളിൽ കൊടുക്കണം. അത് ഞങ്ങളുടെ നിശ്ചയം. അങ്ങയുടെ പുത്രൻ അതിനർഹനാണെന്നറിഞ്ഞ അങ്ങനെ ഒരു സന്ദേശം കൊടുത്തയച്ചത്. അങ്ങനെ ഒരു സന്ദേശം മഹാവതിയിലും എത്തിയിരുന്നു മഹാരാജൻ. സമുദ്രദേശത്ത് നേത്രസിംഹന്റെ പുത്രി സ്വർണവതി വളർത്തുകിളിവശം ജ്യേഷ്ഠന് കൊടുത്തയച്ച സന്ദേശം. സ്വന്തം പിതാവിനെ തോൽപ്പിച്ചാണെങ്കിലും അവളെ സ്വന്തമാക്കണമെന്ന്. എന്റെ പുത്രിയോ? എങ്കിൽ അവൾ നിങ്ങളെ പരിഹസിച്ചതാണ് ഉദയസിംഹൻ. അവൾക്കറിയാം ഇന്ദ്രദത്തമായി ഈ പൊന്നുടുക്ക് ഇവിടെ ഉള്ളിടത്തോളം അവളുടെ പിതാവിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ലെന്ന്. അംബികാദേവി ഇന്ദ്രന് കൊടുത്ത പൊന്നുടുക്ക് അത് ഇന്ദ്രൻ അങ്ങേക്ക് സമ്മാനിച്ചു. ആ മഹാദേവിയെ സ്തുതിച്ചും സ്മരിച്ചും ഈ പൊന്നുടുക്കിന്റെ മായിക ശക്തിയെ നമിച്ചും ഇതിന്റെ ഉഗ്രധ്വനി കേട്ട് മയങ്ങി വീണ എന്റെ ജനങ്ങളെ ഞാൻ ഉജ്ജീവിപ്പിക്കാൻ പോകുന്നു. അത് കണ്ടോളൂ. നേത്രസിംഹ, എന്റെ ജനം ഇരട്ടിക്കരുത്തോടെ നിൽക്കുന്നു. ഈ പൊന്നുടുക്കുകുട്ടി വീണ്ടും അവരെ വീഴ്ത്താൻ കഴിയുമോ അങ്ങേക്ക്? കഴിയില്ല നേത്രസിംഹ, കഴിയില്ലെന്ന്. അത് നമ്മുടെ അഭിമാനമാണ്. ഇവന്റെ ദുഷ്പ്രഭാവം തകർന്നു വീഴുന്ന നിമിഷം എടുക്ക്, നോക്കി നിൽക്കാതെ എടുക്കാൻ. ഇവന്റെ നെഞ്ച് തകരും വിധം കേൾക്കട്ടെ ആ നാളും. നേത്രസിംഹ, അല്ലെങ്കിൽ വെട്ടിപ്പിളർക്കും ഞാനിത്. എന്നിട്ട് ഉടവാളുമായി ചെല്ലും. ജീവനോടെ പോകില്ല പിന്നൊരുത്തരും. സ്വർണവതിയെ ഞങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യും. ഇല്ല, സമുദ്രദേശം ഒരു യുദ്ധഭൂമിയാക്കാൻ കൊതിക്കുന്നില്ല നേത്രസിംഹൻ. എന്റെ പുത്രി അവൾക്ക് ഇഷ്ടമുള്ള പറഞ്ഞ് സ്വീകരിക്കട്ടെ. നേത്രസിംഹ, ക്ഷണിച്ചു വന്നതാണ്. ക്ഷമിച്ചു നീ കരുതണ്ട. ഈ പൊന്നുടുക്കിന്റെ മഹത്വം ഇവിടെ തീർന്നെന്ന് നിശ്ചയിച്ച് മടങ്ങുന്നു ഞങ്ങൾ. പക്ഷെ മാഗധപുത്രൻ കാലിയന്റെ മനസ്സിനിണങ്ങിയ പെണ്ണ് അവനുള്ളതല്ലെങ്കിൽ മറ്റൊരുവനെയും സ്വീകരിക്കില്ല തന്റെ പുത്രി. മാഗധന്റെ കൽപ്പന, സാമന്തന്റെ നിശ്ചയവും. നേത്രസിംഹ, നിങ്ങൾ തുറുങ്കിലടച്ച എന്റെ ജ്യേഷ്ഠനെ ഞാൻ കൊണ്ടുപോകുന്നു. തടയാൻ നിൽക്കില്ലെന്ന ഉറപ്പോടെ. തെറ്റുപറ്റിപ്പോയി, ക്ഷമിക്കണം. അങ്ങയുടെ ശത്രുപക്ഷത്തുള്ളവർ ഒന്നടങ്കം പറഞ്ഞപ്പോ ഞാനും അവർക്കൊപ്പം ചേർന്നുപോയി. ഏത് ജന്മത്തിലും സ്വർണവതി ജ്യേഷ്ഠന് സ്വന്തമാണ് നേത്രസിംഹൻ. ഈ ജന്മത്തിൽ ഭഗവാനെ, ചേരേണ്ടത് ചേരേണ്ടടുത്ത് തന്നെ ചേരും. വരും വരും മഹാവതിയിലേക്ക് അടിയൻ എന്റെ പുത്രിയുമായി. അതൊക്കെ ഇനി ജ്യേഷ്ഠൻ തീരുമാനിക്കട്ടെ. വേണ്ടിവരും ഈ പൊന്നുടുക്കിന്റെ നാദം നമുക്ക്. ശത്രുക്കളെ വീഴ്ത്താൻ കൂടെ ഉണ്ടാവണം.
തീർച്ചയായും. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഭഗവാനെ ശങ്കര, പാണ്ഡവ ശിബിരം തകർക്കാൻ അശുദ്ധാമാവിന് ശക്തിയേകിയ ശങ്കര ഭഗവാന്റെ തമോമൂർത്തിയെ നിത്യവും സാമന്തൻ നൊന്തു വിളിക്കുന്നു, ആരാധിക്കുന്നു ഇവിടെ നിന്നുകൊണ്ട്. കാരണം പാണ്ഡവരെ ശപിച്ച ഭഗവാൻ കോപം പൂണ്ട് പണ്ട് താണ്ഡവമാടിയതാണ് ഇവിടം. ഓം രുദ്രശക്തിയെ നമ. ഓം തമോമൂർത്തിയെ നമ. എനിക്കറിയാം നീ ഇവിടെ ഉണ്ടാകും. ആ നേത്രസിംഹന് വെറുതെ വിടില്ല സാമന്തൻ. തൽക്കാലം ഞാൻ പറയുന്നത് നീ കേൾക്കണം. പറയുകയല്ല, കൽപ്പിക്കുകയാണ് വേണ്ടത്. അവരുടെ ഗൂഢമാർഗങ്ങൾ അറിയാനും തടയാനുമുള്ള വാക്ക്. പോകണം നീ മഹാവതിയിലേക്ക്, അവരോട് ബന്ധം ഭാവിച്ച്. ഇല്ല ഇല്ല പ്രഭു, സാധ്യമല്ലത്. കളിയായിട്ടും കാര്യമായിട്ടും അവരോടുള്ള ബന്ധം എനിക്ക് വേണ്ട. അതോ അവിശ്വസിച്ചു തുടങ്ങിയോ അവിടെ നീ സാമന്തനെ? എന്റെ കഴിവും കരുത്തും കെട്ടുപോയെന്ന് സാമന്ത നേരിട്ട് നിന്ന് പോരാടുന്നത് സാമന്തന് ഇഷ്ടം. സാമന്തൻ ആയുധം തൊടാത്തൊരു ദിവസം ആ ദുർഗാ നവമി വെളുത്താൽ പിന്നുള്ള പകലുകളും രാവുകളും സാമന്തൻ അഹങ്കരിക്കാനുള്ളതാ. അഹങ്കരിക്കും ഞാൻ. അങ്ങ് മടങ്ങണം. മനം കൊടുക്കൽ ഞാനൊന്ന് ധ്യാനിച്ചോട്ടെ. ആ ധമമൂർത്തിയെ വരും വരായികൾ നേരിടാനുള്ള പുതിയ കരുത്തിന് വേണ്ടി. ഇവിടെ പറഞ്ഞാൽ അവിടെ കേൾക്കും എന്റെ ഭഗവാൻ. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഭഗവാനെ, മഹാദേവ, എത്ര നാളായി കാത്തിരിക്കുന്നു ഞാൻ ഒന്ന് കാണാൻ ആ സുന്ദര സ്വരൂപത്തെ. 7 വാതിലുകളും 7 ഗോപുരങ്ങളും കാവൽ നിൽക്കുന്ന 1000 കാലാളും അറിയാതെ എന്റെ അരികിലെത്താൻ അനുഗ്രഹിക്കണേ ഭഗവാനെ. ഏഴ് മതിലുകളും 7 ഗോപുരങ്ങളും കാവൽ നിൽക്കുന്ന 1000 കാലാളും അറിയാതെ എത്തി ഇവിടെ. അവിടുന്ന് ആദ്യമുള്ളവൻ, പിന്നെ മധ്യത്തിലും അവസാനം ശേഷിക്കുന്നതും ഞാൻ. ഇവിടെ ചില രഹസ്യങ്ങൾ അറിയാൻ വന്നു, മറ്റാരും കാണാതെ. മാത്രമല്ല, മാരകത്തിലൊരു സുന്ദരിയുണ്ടെന്ന് കേട്ടു. ഒന്ന് കണ്ടു മുടങ്ങാമെന്ന് വിചാരിച്ചു. ശരിക്കും അവിടുന്ന് പല ജന്മത്തിലും പലതായി പിറന്നു പാപാരണ്യദവാനനും സന്താപാനല നാശകൻ, മഹാവതിയിലെ രാജകുമാരൻ. അങ്ങ് കണ്ടിട്ടുണ്ടെന്നെ. ഞാനോ? ഓർക്ക്, ഒത്തിരി ഒത്തിരി ഓർത്തു നോക്ക്. അതുവരെ മാഗധത്തിന്റെ രഹസ്യങ്ങളിൽ മുഴുകി ഞാനിവിടെ ഉണ്ടാകും. സ്വപ്നം കൊണ്ട് സ്വർഗം തീർക്കുന്ന സുന്ദര സൗഭാഗ്യം.